രണ്ടാമത്തെ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ട് ബിന്ദു വരുന്നുണ്ട്. ഇപ്പം ആ 21ാം ഡിവിഷനിൽ കഴിഞ്ഞ തവണ വോട്ട് തള്ളാണ് ബിന്ദു. 30 വർഷയുടെ താമസമാണ്. അപ്പോൾ അവരുടെ വോട്ട് ഒരു അറിയിപ്പിൽ തള്ളിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 76 സ്ഥാനാർത്ഥികളെ വോട്ട് പരിശോധിച്ചപ്പോൾ 2 വോട്ട് മിസ്സായിരിക്കുന്നു. ആ വോട്ടർ പട്ടിക കോഴിക്കോട് കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ്. സൈറ്റ് പോലും ഇല്ല. അതിൽ കോർപ്പറേഷൻ ഡെലിബറേഷൻ ആയിട്ട് നടത്തിയ മാൽ പ്രാക്ടീസ് ആണ് ഇപ്പോൾ ഇതും നടത്തിയിരിക്കുന്നത്. 100% അതെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ വോട്ടർ 864 വോട്ടർമാരാണുള്ളത്. ആ 864 വോട്ടർമാരുടെ ആ പട്ടിക പൂർണ്ണമായും, അതായത് 2020 എന്ന് പറയുന്ന വോട്ടർ പട്ടിക പൂർണ്ണമായും പരിശോധിച്ചൊരാളാണ് ഞാൻ. അതിനകത്ത് ബിനുവിന്റെ ഇനി വേറെ ഏതെങ്കിലും ഡിവിഷനിൽ അദ്ദേഹം മറ്റു സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടാവാം. 2020 ഇലക്ഷനിൽ ഈ ഡിവിഷനിൽ, അതായത് രാജേഷ് കുമാറാണ് 8ാം വാർഡിൽ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയോടൊപ്പം പോയി VNV വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക ഇപ്പോൾ ഒരു സൈറ്റിൽ കാണാനില്ല. സാധാരണഗതിയിൽ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചാലും മറ്റൊരു തൊട്ടു മുമ്പുള്ള പട്ടിക സൈറ്റിലുണ്ടാവുന്ന പതിവാണ്. ഇത്തവണ പട്ടിക സൈറ്റിലേ ഇല്ല. 23 കരട് വോട്ടർ പട്ടികയിലും പേരില്ലാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇതിന് 2020 വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അല്ല, ക്ലാരിറ്റി ഒന്നുമില്ല. ഞാൻ 2020 വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. മലപ്പുറം ഡിവിഷനിൽ അതെ, 8ാം വാർഡിൽ 4ാം ബൂത്തിൽ. അതായത് ക്രമ നമ്പർ പറയുന്നത് ഇപ്പം അതിനകത്തൊരു ക്രമ നമ്പർ, അതായത് 8ാം വാർഡിലെ ക്രമ നമ്പറിൽ താങ്കളുടെ വീട് നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 170 മുതലുള്ള ക്രമ നമ്പറാണ് വരുന്നത്. ആ 170 മുതലുള്ള ക്രമ നമ്പറിൽ 170ാമത്തെ പേര് അവിടുത്തെ ലതീഷ് പറയുന്ന ആളാണ്. 72 എന്ന് പറയുന്നത് സരസു, അവരുടെ ഭർത്താവിന്റെ പേര് ബാലൻ എന്നാണ്. പിന്നെയുള്ളത് 74 സരസ്വതി, പിന്നെ രതീഷ്, ബാലൻ നായർ, രാജൻ. ഇതാണ് താങ്കളുടെ വീടുകൾ ചേർന്ന് കിടക്കുന്ന മറ്റു വോട്ടർമാരുടെ പേര്. താങ്കളുടെ പേര് കാണുന്നില്ല. അപ്പൊ എന്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുപോയത്. അല്ല, എന്താണ് അപ്പൊ സംഭവിച്ചത്? എനിക്കെങ്ങനെയാണ് അറിയാം? ഞാൻ വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് പട്ടിക ആരെങ്കിലും കോർപ്പറേഷനിലല്ല, ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? ഹലോ, ഈ പട്ടിക ഒരു മിനിറ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പട്ടിക കോർപ്പറേഷനിലല്ലേ? അത് നീക്കം ചെയ്തിരിക്കുന്നതാണ്. അവർ തമ്മിൽ ഇപ്പോ നീക്കം ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് 20 പട്ടികയാണെങ്കിലും ഞാൻ ഈ രാജേഷിന്റെ ഈ കൗൺസിൽ സ്ഥാനത്തേക്കുള്ള ഇതിൽ ഞാൻ എറണാകുളത്തേക്ക് രാജേഷിന് അസലേറ്റ് എറണാകുളത്തേക്ക് എനിക്ക് ഒരു ഡിസ്കഷനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് വോട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫ് അവിടെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തിട്ട് പോയതാണ്.